CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് വഴൂർ സോമനെ അനുസ്മരിക്കുന്നത്? സോമൻ എല്ലാ കാലത്തും ഇടുക്കിയിലെ ജനങ്ങളുടെ അവകാശങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ ഏറ്റവും ഉറ്റ സമരമിത്രമായിരുന്നു. അവരുടെ ഓരോ അവകാശത്തിൻ്റെയും മുമ്പിൽ അടിപതറാതെ സോമനക്കാലം നിലകൊണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇടുക്കിയിലെ മുഴുവൻ ജനങ്ങൾക്കും, പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികൾക്ക്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നായകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒട്ടും നനച്ചിരിക്കാത്തൊരു വേളയിൽ സോമൻ മരണത്തിൻ്റെ ഏതാനും മിനിറ്റുകളല്ല, നിമിഷം മുമ്പ് വരെ സജീവമായിരുന്നു. അവസാനം വരെ പറഞ്ഞതും ജനങ്ങളുടെ കാര്യമായിരുന്നു. തൊഴിലാളിക്ക് വേണ്ടിയുള്ള വാദങ്ങളായിരുന്നു ആ യോഗത്തിലും സോമൻ ഉയർത്തിയത്. സോമൻ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ശക്തനായ വക്താവായിരുന്നു. ആ ഐക്യത്തിൻ്റെ മൂല്യങ്ങളെ എല്ലാ കാലത്തും സോമൻ പാർട്ടിക്കകത്ത് ശക്തിയായിട്ട് ഉയർത്തിപ്പിടിച്ചൊരു രാഷ്ട്രീയമായിരുന്നു. വ്യക്തിപരമായിട്ട് വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സോമൻ സഹപ്രവർത്തകനായിരുന്നു. വാഴൂർ നിന്ന് പാർട്ടി തീരുമാനപ്രകാരം സോമൻ പിന്നീട് ഇടുക്കിയിലേക്ക് പോവുകയായിരുന്നു.